വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോസിയുടെ ഡ്രാമ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് ഷിയാമി എത്തുന്നു. എന്നാൽ അവിടെ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടതോടെ ഷിയാമി ഭയപ്പെടുന്നു. റോസി ബ്രേക്ക് ടൈമിൽ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അവൾ പൂച്ചക്കുട്ടിയുമായി സൗഹൃദത്തിലാകും വിധം അവൻ അതിനെ മയപ്പെടുത്തിയെടുക്കുന്നു. അവൾ അവന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ക്ഷീണിതനായ അവനെ ഷിയാമി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവന് പേപ്പർ കൊണ്ടൊരു ഹാർട്ട് ഉണ്ടാക്കി കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അവൻ അവളെ കളിയാക്കുന്നുമുണ്ട്. ബ്രേക്ക് കഴിഞ്ഞ് അവൻ വീണ്ടും ഷൂട്ടിങ്ങിന് പോകുന്നു. ശരിക്കും ഇവർ അടിപൊളി കപ്പിൾ തന്നെയല്ലേ? ഇതേ സമയം റോത്തിയർ ഫോണിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു, താനൊരു ട്രിപ്പിലാണെന്ന് അറിയിച്ചുകൊണ്ട്. എന്നാൽ അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലെ അവസ്ഥ ദയനീയമാണ്. അച്ഛൻ മരിച്ചു പോയപ്പോൾ അച്ഛൻ്റെ സുഹൃത്തിനെ അമ്മ വിവാഹം ചെയ്യുന്നു. അയാൾക്കൊരു മോനുണ്ട്. അവനാണ് റോത്തിയറിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ അന്ന് സ്കൂളിലെത്തിയിരുന്നത്. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ പുറത്തറിയാതിരിക്കാൻ റോത്തിയർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ എവിടുന്നോ ഒരു ഫോട്ടോ ഒപ്പിച്ച് അത് പോസ്റ്റ് ചെയ്ത് ആളുകളുടെ ലൈക്സും കമൻസും വാരി കൂട്ടിയതും. കഴിഞ്ഞിറങ്ങിയ ഷിയാമിയും റോസിയും അവളെ ഒരു കടയിൽ നിൽക്കുമ്പോൾ കാണുന്നു. എന്നാൽ അവൾ ടൂറിലാണെന്നല്ലേ അവർ വിശ്വസിച്ചിരുന്നത്. അവൾ കള്ളം പറഞ്ഞതാണെന്ന് ഇരുവർക്കും മനസ്സിലായി. വീട്ടുകാരുമായി വഴക്കിട്ട് വേസ്റ്റ് നിക്ഷേപിക്കാൻ വന്നതായിരുന്നു അവൾ പുറത്തേക്ക്. അവളുടെ കള്ളം വിളിക്കാൻ റോസി തുനിഞ്ഞെങ്കിലും ഷിയാമി അത് തടഞ്ഞു. അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടാകാമെന്നും നമുക്ക് അവളെ ഭാവിയിൽ സഹായിക്കാമെന്നും ഷിയാമി റോസിയെ ചട്ടം കെട്ടുന്നു. റോത്തിയറിൻ്റെ രണ്ടാം അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു. പൈസ ചോദിച്ച് അയാളുടെ മകൻ റോത്തിയറിനെ ശല്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അവളുടെ യഥാർത്ഥ പേര് ലിൻ ജിൻഫെങ് എന്നാണ്. അതവൻ അവളെ ഉറക്കെ വിളിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവൻ്റെ ഉപദ്രവത്തിനൊടുവിൽ അവൾ ഉറക്കെ കരയുമ്പോൾ രണ്ടാം അച്ഛനും അവളെ വന്ന് അടിക്കുന്നു. അയാൾക്ക് അവളെ തീരെ ഇഷ്ടമല്ല. പിറ്റേന്ന് രാവിലെ ഷിയാമി ഉണർന്നത് തന്നെ റോസിയുടെ മെസ്സേജ് കണ്ടിട്ടാണ്. പുത്തൻ ഷൂസും ബാഗുമായി ഷിയാമി സ്കൂളിലേക്ക്. അവളെ കൂട്ടാൻ റോസിയുമുണ്ട്. പുതിയ ഹെയർ സ്റ്റൈലിൽ അവളെ റോസി കാണുമ്പോൾ കളിയാക്കുന്നുണ്ട്. സൈക്കിളിൽ അവരൊന്നിച്ച് വരുന്നത് റോത്തിയറും ഫാനിയാനും കാണുന്നുണ്ട്. ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുവന്നതെന്നും പറഞ്ഞ് റോത്തിയർ അവർക്കെല്ലാം സമ്മാനം കൊടുക്കുന്നു. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ റോസി ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. അവനുള്ളതും ഷിയാമിയാണ് വാങ്ങിയത്. അപ്പോഴാണ് റോത്തിയർ ഷിയാമിയുടെ ബാഗും ഷൂസും എല്ലാം ശ്രദ്ധിച്ചത്. അവൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നും ചിലവ് ചെയ്യാമെന്നും അവൾ പറയുന്നു. റോത്തിയറിന് ഇതിൽ അസൂയ ഇല്ലാതില്ല. ക്ലാസ് ഡിവിഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഫാനിയാൻ സ്വന്തം ക്ലാസ്സിലേക്ക് പോകും വഴി സിയാങ്ങിൻ്റെ കൂട്ടുകാരനെ കാണുന്നു. അവൻ ജർമ്മനിയിൽ പോയതിൻ്റെ പേരിലുള്ള ജാടയിടാനാണ് ഇവൻ വന്നിരിക്കുന്നതെന്ന് വ്യക്തം. അപ്പോഴേക്കും ബാക്കിയുള്ളവരെത്തി. സാവുറോയും ഫാനിയാനോടൊപ്പം സയൻസ് ക്ലാസ്സിലാണ്. ടോപ്പ് 10-ലെത്തിയവർക്ക് സ്വന്തം ഡെസ്ക് മേറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ റോസി ഷിയാമിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അവിടെയും റോത്തിയർ ഒറ്റപ്പെടുന്നു. ക്ലാസ് തുടങ്ങിയപ്പോൾ ഷിയാമിയുടെയും റോസിയുടെയും കുസൃതികൾ. ഇതിനിടയ്ക്ക് റോസിയെ ക്ലാസ് ലീഡർ ആയി തിരഞ്ഞെടുത്തത് പോലും അവൻ അറിയുന്നില്ല. അവൻ്റെ അശ്രദ്ധയ്ക്ക് അവൻ മാപ്പ് ചോദിക്കുന്നു. ക്ലാസ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു. ബ്രേക്കായപ്പോൾ ഷിയാമി റോത്തിയറിൻ്റെ ഒപ്പം പോകാൻ ഒരുങ്ങിയെങ്കിലും അവൾ സ്വയം ഒഴിവായി പോകുന്നു. ഫാനിയാൻ ഷിയാമിക്ക് ബുക്ക് കൊടുക്കാൻ വരുമ്പോൾ അവൾ റോസിയുടെ ഡെസ്ക് മേറ്റ് ആണെന്ന് തിരിച്ചറിയുന്നു. ബുക്ക് അവിടെ വെക്കാതെ പോകുന്നു. കൂടെ റോസിയും റോത്തിയറിൻ്റെ അടുത്തെത്തി. എന്നാൽ അവളെ റോത്തിയർ അറിയാതെ തട്ടിയിടുന്നു. അവൾ അതിന് ക്ഷമയും ചോദിക്കുന്നു. ഒന്നിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഷിയാമി റോത്തിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ റോസിയുടെയും ഷിയാമിയുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് റോത്തിയർ ശ്രമിക്കുന്നത്. ഫാനിയാൻ വന്ന് അവൾക്ക് നേരിട്ട് ബുക്ക് കൊടുക്കുന്നു. ശേഷം ടീച്ചർ ക്ലാസ്സിൽ വന്ന ഒരു എക്സ്പെഡിഷൻ ഗ്രൂപ്പ് വിസിറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഡാൻസ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അങ്ങനെ ഡാൻസ് പെയർ ആയിട്ടാണ് വേണ്ടത്. മിസ്റ്റർ യാങ് ആണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. റോത്തിയർ മിസ്റ്റർ യാങ്ങുമായിട്ട് ക്ലോസ് ആയതുകൊണ്ട് അവളെയാണ് ടീച്ചർ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അവൾ മിസ്റ്റർ യാങ്ങിനെ സഹായിക്കാൻ എന്നോണം പോയി നൈസായിട്ട് പെയർ തീരുമാനിക്കേണ്ടുള്ള യോഗ്യത നേടിയെടുക്കുന്നു. അവളുടെ മനസ്സിലിരിപ്പ് അറിയില്ലേ, റോസിയിലാണ് അവളുടെ നോട്ടം മുഴുവനും. റിഹേഴ്സൽ സമയത്ത് ഫാനിയാൻ്റെ പെയർ ഷിയാമിയും റോസിയുടെ പെയർ റോത്തിയറും പ്രാക്ടീസ് തുടങ്ങി. പാർട്ട്ണർ എക്സ്ചേഞ്ചിങ് സ്ട്രിപ്പിൽ റോസി തന്ത്രപൂർവ്വം ഷിയാമിയെ അടിച്ചെടുക്കുന്നു. തിരിച്ചു കൊടുക്കേണ്ട സമയത്തും കൊടുത്തില്ല. പാവം ഹാൻ. അവൾക്ക് ഫാനിയാനെ കിട്ടാത്ത വിഷമമാണ്. ജുന്നിയും ഷുവായും മറ്റൊരു പെയർ. തിരിച്ച് സ്വിച്ച് ചെയ്യേണ്ട സമയത്ത് ഷിയാമിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും യുവാനെ ഹാൻ തട്ടിയെടുത്തു. ഒറ്റപ്പെട്ട റോത്തിയർ താഴെ വീഴുന്നു. വീണ്ടും പ്രാക്ടീസ് തുടരുന്നു. റോത്തിയറും യാനും ഒന്നിച്ചു. പ്രാക്ടീസ് കഴിഞ്ഞ് ഷിയാമി റോത്തിയറിന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നു. പകുതി അവളും കഴിച്ചു. ഇടയ്ക്ക് വെച്ച് അവൾ റോസിയുടെ കാര്യം കുത്തിപ്പൊക്കുന്നു. റോസിക്ക് തന്നെ ഇഷ്ടമല്ലെന്നൊക്കെ റോത്തിയർ ഷിയാമിയോട് പറയുന്നു. അവനെ പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാമി അത് സമ്മതിക്കുന്നു. ഷിയാമിയും റോസിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് റോത്തിയറിൻ്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ഷിയാമിയുടെ മറുപടി. റോസിക്ക് ഷിയാമി വന്ന് പ്രാക്ടീസിന് വിളിച്ചപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. അവൻ വരില്ലെന്നും പറഞ്ഞു. റോത്തിയറാണ് ഇതിന് പിന്നിലെന്ന് റോസിക്ക് മനസ്സിലായി. പേയ്മെൻറ്റ് ക്രെഡിറ്റായി മെസ്സേജ് ഷിയാമിക്ക് വരുന്നതാക്കി വെച്ച് അവൾ മോണിറ്ററിനെ കാണുന്നു. ഇത് കേട്ട് റോസി വരുന്നു. അവിടെയും അവർ തമ്മിലടി. ഡിവിഷൻ നടന്നത് ഓർമ്മയില്ലാതെ യുവാനെ ഷിയാമി സ്വന്തം ക്ലാസ്സിലേക്ക് വിളിക്കുന്നു. എന്നാൽ പിന്നീട് അവൾക്ക് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. മൂവരും സ്വന്തം ക്ലാസ്സിലേക്ക് പോകുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.